قال لا تخافا إنني معكما أسمع അപ്പോഴാ പറയണ ആട് മേക്കാൻ പോയിന്നു എന്ന്. അത് ഏത് പ്രായത്തിലറിയോ? അലീമ ബീവി ആമിനയുടെ മരണശേഷം അലീമയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന കാലത്ത് ഹലീമ ബീവിയുടെ കുട്ടികളുടെ കൂടെ കളിക്കുന്ന സമയത്ത് ആട് മേക്കാൻ പോയിരുന്നു എന്നാണ്. 8 വയസ്സും 9 വയസ്സും 10 വയസ്സൊക്കെ ഉള്ള സമയത്ത് അവിടെ കുട്ടികൾ ആട് മേക്കാൻ പോകുമ്പോൾ അതിൻ്റെ കൂടെ പോയിരുന്നു. അങ്ങനെ ഒരു ദിവസം ആട് മേക്കാൻ പോയടത്തുനിന്നാണ് ജിബ്രീൽ ഇറങ്ങി വരുന്നതും നെഞ്ച് വിളരുന്നതും ഹൃദയം പുറത്തെടുക്കുന്നതും അതിൽ നിന്ന് കറുത്ത പുള്ളി സംസം വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് തിരിച്ചു വെച്ചിട്ട് നെഞ്ചിൻ കൂട് ശരിയാക്കിയിട്ട് തിരിച്ചു പോകുന്നതൊക്കെ. അങ്ങനെ കിട്ടിയതാണ് ഈ ആടുമേക്കല്. വേറെ എവിടുന്ന് ആടുമേക്കല് കിട്ടി? മുഹമ്മദ് നബി ആട് മേച്ചിട്ട് ഉപജീവനം നടത്തിയിരുന്നു എന്നതിന്റെ തെളിവ് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? എന്താ തെളിവ്? ഈ ഹലീമ ബീവിന്റെ കഥ മുഹമ്മദ് നബിയുടെ ചെറിയ കുട്ടിയായിരുന്ന മുഹമ്മദ് ആട് മേക്കാൻ പോയോ? കിസേപ്പി കളിച്ചിട്ടുണ്ടോ? കോട്ടി കളിച്ചിട്ടുണ്ടോ? പിന്നെ പമ്പരം കുത്തിയിട്ടുണ്ടോ? ഇതൊന്നല്ലല്ലോ ചോദ്യം. ചോദ്യം എന്താണ് മനസ്സിലാക്കാത്ത നിങ്ങൾ? അങ്ങനെയൊന്നും കൊച്ചു കുട്ടിയായിരുന്നപ്പോ പിള്ളേരുടെ കൂടെ കളിക്കാൻ പോകുന്ന കണക്ക് ആട് മേയ്ക്കാൻ പോയിട്ടുണ്ട്. ആ സമയത്താണ് ജിബ്രീൽ വന്ന് നെഞ്ച് പിളർന്നായിട്ടൊരു സംഭവം ഉണ്ട്. ആ സംഭവത്തിൽ നമ്മൾ പോകുന്നില്ല, അത് വേറെ ടോപ്പിക്കാണ്. അത് ഉള്ളതാണോ ഇല്ലയോ എന്നുള്ളത് മറ്റു ഖുർആൻ ആയത്തുകളിൽ ഹദീസ് വെച്ച് നോക്കേണ്ടതാണ്. ആ ഇതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. അങ്ങോട്ട് ആ സംഭവം നടന്നതാണോ ഇല്ലോ എന്നുള്ളത് നമ്മൾ പോകുന്നില്ല. ഓക്കെ, എന്തായാലും ആ പിള്ളേരുമായിട്ട് കൊച്ചു പിള്ളേരുമായിട്ട് കളിക്കാൻ പോയപ്പോൾ വന്നതാണത് എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അതിന് ഗോട്ടി കളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഗോട്ടി കളിക്കുന്നത് നമ്മളോട് ഗോലി കളിക്കാന്ന് പറയും. അപ്പോൾ അങ്ങനെ കളിച്ചതിനൊക്കെ നിങ്ങൾ അത് ഒരു വരുമാനമായിട്ടാണ് പറയുന്നത് എന്ന് എടുത്ത് പറയുന്നു. പക്ഷെ പുള്ളിക്ക് അറിയാത്തതുകൊണ്ടാണ്. നുണയെന്ന് എടുക്കണോ പുള്ളിയുടെ അറിവില്ലായ്മയാണ്? രണ്ടിലേതെങ്കിലും ഒന്ന് അറിഞ്ഞിട്ട് പറയുന്നു, അല്ലെങ്കിൽ അറിയാതെ പറയുന്നു. അല്ലാതെ തന്നെ നമ്മൾ ക്ലിയർ ആയിട്ട് തെളിവുണ്ട്. പൈസയ്ക്ക് ഖുറൈശികളുടെ ആടിനെ ഞാൻ എൻ്റെ കൊച്ചുനാളിൽ ഞാൻ ബാല്യകാലത്ത് ഞാൻ ആടിനെ നോക്കിയിരുന്നു, പോറ്റിയിരുന്നു, ആട്ടിടനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പൈസയ്ക്ക്. അതിൻ്റെ ആ റെഫറൻസ് മാത്രം ഞാൻ പിന്നെ തരാം. ഇതിൻ്റെ ലാസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കണേ സമീറ. റെഡിമെയ്ഡ് ഇപ്പോൾ ഇല്ല, പെട്ടെന്ന് വന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ പറയാം. പെട്ടെന്ന് വന്ന് അല്ല, ഒരു റെഫറൻസ് തന്നെ ഉണ്ട്. മക്കയിൽ അദ്ദേഹം പൈസയ്ക്ക് തന്നെ വരുമാനത്തിന് ആയിട്ട് ബുഹാരി 2262 ബുഹാരി 2262 കാണാം. ഞാൻ എൻ്റെ കൊച്ചുനാളിൽ ഖുറൈശികളുടെ ഇത് ചെറിയ അല്പമായ തുച്ഛമായ പൈസയ്ക്ക് ഞാൻ ശമ്പളത്തിന് ഞാൻ ആട് മേയിച്ചിട്ടുണ്ട്. അപ്പം ലേഖത്തിൽ പറയുന്ന പോലെ ഗോട്ടി കളിക്കാൻ പോയതല്ല, പിള്ളേരോടെ കളിക്കാൻ പോയപ്പോൾ ആട് മേയിച്ചതല്ല, വരുമാനത്തിന് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യത്തെ കളവ് നമ്പർ 1. അപ്പോൾ ഓക്കെ, അത് ശരിയായി. രണ്ടാമത്തത് പിന്നെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്ന സംഭവമായിട്ട് അറിയാം. പിന്നെ പ്രവാചകൻ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ബിസിനസ്. ഖദീജ മുഹമ്മദിനെ കല്യാണം കഴിച്ചു. ഇവര് തിരിച്ചു പറയും, അതിൽ നിങ്ങൾ വീണ് പോകരുത്. മുഹമ്മദ് ഖദീജനെ കല്യാണം കഴിച്ചു എന്നൊക്കെ അവർ പലരും പറയും. അതൊന്നും കാര്യാക്കണ്ട. ഖദീജ മുഹമ്മദിനെ കല്യാണം കഴിച്ചു. അറിയാം. പിന്നെ പ്രവാചകൻ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ബിസിനസ്, കച്ചവടം സംഘങ്ങളോടെ പോയിരുന്നു. മൂത്താപ്പാടോടെ പോയി ട്രെയിനിങ് ആയി പഠിച്ചു. സിറിയയിൽ പോയി, യമനിൽ പോകുന്നുണ്ട്. ഇതൊക്കെ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊക്കെ അങ്ങേർക്കും അറിയാം. പക്ഷെ അതൊന്നും പറയത്തില്ല. അന്ന് അതായിരുന്നു വരുമാനം. ആ ഇതിലാണ്, ആ കച്ചവടത്തിൽ കിട്ടുന്ന പൈസ ആയിരുന്നു മക്കയിൽ പ്രവാചകന്റെ വരുമാനം. അങ്ങനെ ചെയ്ത് ആ കച്ചവടത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രാവീണ്യവും സത്യസന്ധതയും ആ തെളിവാർന്ന സംസാരം ഇതെല്ലാം കണ്ടിട്ടാണ് ഖദീജ ബീവി പ്രവാചകനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഖദീജ ബീവിയുടെ ആ കച്ചവട ട്രൂപ്പിന്റെ മെയിൻ ആളായിട്ട് പോയി നിന്നിട്ട് കച്ചവടം ചെയ്തിട്ട് വരാനും. അതുപോലെ സീറ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാം. സീറ ഗ്രന്ഥങ്ങളിനകത്ത് പറയുമ്പോൾ നമ്മൾ പറയാതെ പോകരുത്. അത് ഹദീസിന്റെ അത്രയും ആധികാരികത ഉള്ളതല്ല. എന്ന് വെച്ചാൽ അന്ന് ആരും അങ്ങനെ ചെയിൻ ഓഫ് നറേഷൻ വെച്ചൊന്നും അന്ന് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ പ്രവാചകൻ ആവുന്നതിന് മുമ്പുള്ള സംഭവങ്ങളൊന്നും അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് ഒതന്റിക്കായിട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല. 40 വയസ്സിന് ശേഷം, നബി അതിന് ശേഷമാണ് ഓരോന്ന് ആൾക്കാർ ശ്രദ്ധിച്ച് അത് റെക്കോർഡ് ചെയ്ത് എല്ലാം വെച്ചിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഖുർആൻ ഹദീസായിട്ട് ചേർന്ന് പോകുന്ന സംഭവങ്ങൾ മാത്രമേ നമുക്ക് ഓതന്റിക്കായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അത് സീറ എന്നുള്ള സംഭവം എന്നുള്ള രീതിയിൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ സീറകളിലെല്ലാം കാണാം ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ പൈസ
പ്രവാചകൻ നിശ്ചയിച്ചിരുന്നു, ആ ശമ്പളം നിശ്ചയിച്ചിരുന്നു, പ്രോഫിറ്റിന്റെ ആ പങ്ക് കൊടുത്തിരുന്നു എന്നുള്ളതും ആ ആയിഷ ബീവിന് കൊടുത്തിരുന്ന എന്താണ് ആ മെർച്ചൻഡൈസ് ആ കച്ചവടത്തിനകത്ത് നല്ല ലാഭം കിട്ടി എന്നൊക്കെ പറഞ്ഞ് അത് കാണാം. അങ്ങനെ ആ സത്യസന്ധതയും എല്ലാം കണ്ടിട്ട് പ്രവാചകനെ തന്നെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യണം, കല്യാണം കഴിക്കാൻ സന്നദ്ധത ഉണ്ടോ എന്ന് ആളിനെ വിട്ട് ചോദിക്കുകയാണ്. അപ്പൊ ഇതിനകത്തൊക്കെ ഇതൊക്കെ പുള്ളി സ്കിപ്പ് ചെയ്ത് പോകും. എന്നിട്ട് പുള്ളി ഒരു മൈനസ് മാത്രം എടുത്ത് കളിക്കും. ഇത് ഖദീജ ബീവി നടത്തിയ വിവാഹമാണ്, പ്രവാചകൻ നടത്തിയ വിവാഹം അല്ലെന്ന് അതിനകത്ത് വീഡിയോയിൽ പറയുന്നതാണത്. അത് രണ്ടാമത്തെ കള്ളം നോട്ട് ചെയ്തു, രണ്ടാമത്തെ കള്ളം. ഇത് ഇസ്ലാമിൽ എന്താ അങ്ങനെ നിയമമുണ്ട്? അന്ന് ഇസ്ലാമിന്റെ നിയമങ്ങൾ ഇറങ്ങിയിട്ടില്ല എന്നുള്ള രണ്ടാമത്തെ കല്യാണ നിയമം നുബൂവത്ത് പോലും വന്നിട്ടില്ല. പക്ഷെ ഒരു പെണ്ണ് പ്രപ്പോസ് ചെയ്തിടാന്നുണ്ടോ? ഒരു പെണ്ണിനെ ഒരാ ചെറുക്കനെ കിട്ടി കഴിഞ്ഞാൽ കാണാൻ കൊള്ളാമെങ്കിൽ ഇത് ചെയ്ത് കൊടുക്കാം, പ്രപ്പോസ് ചെയ്യാം. അതിന്റെ വലിയാണ് പോയിട്ട് അത് സംസാരിച്ചേണ്ടത്. നേരെ പോയി കല്യാണം സംസാരിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്ന ഈ ചെറുക്കനെ ഇഷ്ടമാണ്, എനിക്ക് കെട്ടിച്ചതാന്ന് പറഞ്ഞാൽ ആരും തെറ്റുമില്ല. അത് വലിയൊരു തെറ്റാക്കി ഇവിടെ ലിയാഖത്തിലേക്ക് കാണിക്കുകയാണ്. എന്താണ് നമ്മള് സ്വന്തം നിലയ്ക്കല്ല, ഇത് ഖദീജ ബീവി നടത്തിയത്. അതിനകത്തല്ല ഒരു കുത്ത് പോലെ. അപ്പം ഇതൊക്കെ കാരണമാണ് ഞാൻ പറഞ്ഞത് ഇയാൾ കിളി പോയി കിടക്കുകയാണെന്നുള്ളത്. ഒരു പക്വതയില്ലാത്ത വിമർശനങ്ങൾ ഖുർആനിൽ നിന്ന് ആയത്ത് കാണിച്ചിട്ട് കണ്ട ഈ ആയത്ത് ശരിയല്ല, അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് വിമർശനമാണെങ്കിൽ നമ്മൾ ഈ റൂമേ ഇടത്തില്ലായിരുന്നു. വേറെ ലൈവിന് വേറെ എന്തെങ്കിലും ഇസ്ലാമിക ടോപ്പിക് എടുത്തിട്ട് ലൈവ് ഇട്ടിട്ട് പോയനെ. ഇത് വെറുതെ ഒരു ഒരു കോപ്രായം കാണിക്കണം. അത് കാണാൻ മണ്ടന്മാർ കുറെ പേരുണ്ട്. യൂട്യൂബ് വ്യൂസ് എന്തായാലും കുറച്ച് കിട്ടും. ഡെയിലി എന്തെങ്കിലും ഒന്ന് പറയാം എന്നുള്ള രീതിയിൽ വന്ന് പറഞ്ഞുകൊണ്ട് ഖദീജ തന്നെ കൊണ്ടാവും പോലെ മുഹമ്മദിനെ പൊന്നുപോലെ നോക്കും ചെയ്തു. ഖദീജയുടെ സമ്പത്ത് മുഴുവൻ മുഹമ്മദിന് കൊടുത്തിട്ടുണ്ട്. അതും പോരാഞ്ഞിട്ട് അപ്പം ഇതിനകത്ത് വേറൊരു ആക്ഷേപം പറയുന്നത്, ഇത് പ്രവാചകൻ ഈ സമയങ്ങളിൽ ധനികനല്ലായിരുന്നു, ഖദീജ ബീവി ആയിരുന്നു ധനിക. അങ്ങനെ ഈ പ്രവാചകനെ കല്യാണം കഴിച്ച് എന്തോ ഫുൾ സ്വത്തും പ്രവാചകന്റെ അല്ല ഖദീജ ബീവിയാണ് ഫുൾ ചെലവ് നോക്കിയതുപോലെയും ഭാര്യ വീട്ടിൽ പോയി നിന്ന പോലെ അങ്ങനെയൊക്കെ ക്ലബ് ഹൗസിൽ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം ആ ടോപ്പിക് എടുത്തിട്ട് നമുക്ക് അതും പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ജീവിച്ചു എന്നുള്ള രീതിയിൽ വിമർശിക്കുന്നവരുണ്ട്. ഇത് തൊട്ടും തൊടാതെയും ലിയാഖത്തിനെയും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ല. അത് നിങ്ങൾ സംഭവങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ ആ സീറ ബുക്കിൽ തന്നെ നോക്കുക, മുബാറക് പുരി എന്നുള്ള സ്റ്റീൽഡ് നെക്ടർ ഒന്നും പറഞ്ഞൊരു ഇതുണ്ടല്ലോ, ഒരു സീറ ഗ്രന്ഥം. ഷമീർ അറിയത്തില്ലേ? ഇത് മുബാറക് പുരി എഴുതിയത്. റക്കീഖുൽ മക്തൂം എന്നും പറഞ്ഞ് അങ്ങനെ ഒരു സീറ ബുക്കുണ്ട്. അതിനകത്ത് ക്ലിയർ ആയിട്ടുണ്ട് 20 ഒട്ടകങ്ങളെയാണ് പ്രവാചകൻ മഹാറായിട്ട് കൊടുത്തത്. 20 ഒട്ടകം. ഒന്ന് ആലോചിച്ച് നോക്കാൻ. ഒരു ഒട്ടകം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഡബ്ല്യു കാറിന്റെ ഈക്വലന്റ് ആണ് അത്. 20 ഒട്ടകം കൊടുത്തിട്ടാണ്. അപ്പൊ അതെന്താ നിങ്ങൾ എടുക്കാത്ത? ആ സീറ എടുക്കാത്ത എന്താ മുബാറക് പുരിയുടെ? നമ്മളിത് എടുക്കുന്നെങ്കിൽ ആതന്റിസിറ്റിക്ക് വേണ്ടി ഞങ്ങൾക്കൊരു ഓതന്റിക് ആണ്, ഇത് കറക്റ്റ് ആണ്, ഈ സംഭവം കറക്റ്റ് ആണെന്നുള്ളതിന് ഞങ്ങൾക്ക് ഖുറാനിൽ നിന്ന് തെളിവുണ്ട്. ഖുറാന്റെ 93:8 നോക്കുക. അതിനകത്ത് ക്ലിയർ ആയിട്ട് അള്ളാഹു പറയുന്നുണ്ട്, നിന്നെ നാം അതിന് മുമ്പൊക്കെ പറയാം, അനാഥനായിട്ട് കണ്ടു ഞാൻ, നിങ്ങളെ പ്രവചനം ഏറ്റെടുത്തു, നിന്നെ വഴി തെറ്റിയവനായിട്ട് കണ്ടു, ഞാൻ വഴി കാണിച്ചു. അതായത് വളരെ പാവപ്പെട്ടവനായിട്ട് കണ്ടു, സെൽഫ് സഫീഷ്യന്റ് ആയിട്ട് ഞാൻ മാറ്റി എന്ന് ഈ ആയത്തിൽ കാണാം. ധനികനാക്കി ഞാൻ മാറ്റി എന്ന് ഈ ആയത്ത് പറയുന്നുണ്ട്. സ്വന്തം നിലയ്ക്ക് കല്യാണം കഴിച്ചിട്ടല്ല ധനം ഉണ്ടായത്. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ആ നമ്പർ 1 പണക്കാരനായിരുന്നു മക്കയിലത്തെ. ഇവരിത് കള്ളം നമ്പർ 3 നോട്ട് ചെയ്തോ, ഓരോന്നോരോ നോട്ട് ചെയ്തോ കള്ളം എത്ര പറയുന്നുള്ളത്. ഒരു കള്ളം നിങ്ങൾ കാണിക്കൂ, ഞാൻ പറയുന്നത് ഞാൻ നുണയനാന്ന് പറയുന്നല്ലോ. ഇത് നുണ അല്ലെങ്കിൽ നിങ്ങളുടെ ബോധമില്ലായ്മ അല്ലെങ്കിൽ അറിവില്ലായ്മ, അത്രയേ ഉള്ളൂ. വിമർശിക്കാൻ വരുമ്പോൾ 1000 വട്ടം 100 വട്ടം എല്ലാം നോക്കിയിട്ട് വേണം ഒരാൾ വിമർശിക്കാൻ. നമ്മള് എന്നെ കുറിച്ച് ഞാൻ പറയുന്നതിനകത്ത് ഓക്കെ, ഞാൻ എന്നെ കുറിച്ച് പറയുന്നത് തെറ്റോ കാണും. വേറൊരാളെ കുറിച്ച് ഞാൻ മോശം പറയുമ്പോൾ, അതുപോലെ ഇതേപോലെ ലോകത്ത് മുസ്ലിങ്ങൾ, കോടിക്കണക്കിന് മുസ്ലിങ്ങൾ അവരുടെ ജീവന് മേലായിട്ട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെ തൊടാൻ വരുമ്പോൾ, പറയാൻ വരുമ്പോൾ 1000 വട്ടം ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് ശരിയാണോ പറയാനുള്ളത്? ഞങ്ങൾക്ക് 100% ഞങ്ങൾക്ക് ക്ലിയർ ആണ്. ഒരു ഡോട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല പ്രവചനം. ക്രിസ്ത്യാനികൾ പറയുന്നതാണെങ്കിൽ ഏതവന്മാർ പറയുന്നതാണെങ്കിലും നമ്മൾ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് നോക്കിയാൽ ഒരു വാദം നിങ്ങളുടെ നിൽക്കത്തില്ല, ഒരൊറ്റ വാദം. ഒരു നുണ നിങ്ങൾ കാണിക്കാൻ പറയുന്നു ഒരെണ്ണം പോലും ഇല്ല. നിങ്ങൾ നുണയില്ലാത്ത എല്ലാം നുണയാണെന്ന് പറയുന്ന ഓരോ സെന്റൻസ് നുണയാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും.
ലിയാഖത്തിൽ ഈ മക്ക ജീവിതം സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല. എന്നാലും ഇത് ഖദീജ ബീവിയുടെ പാട്രണേജിൽ ജീവിച്ചു എന്നുള്ള രീതിയിൽ ലിയാഖത്തിനെയും പറയാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റാൾക്കാർ പലരും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഞാൻ വ്യക്തമാക്കിയത്. അങ്ങനെ അല്ലായിരുന്നു, പണക്കാരൻ തന്നെ ആയിരുന്നു. ഓക്കെ. മുഹമ്മദ് നബി തൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി താൻ സ്വതന്ത്രമായി കല്യാണം കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ഏർപ്പെട്ടിട്ടുള്ള തൊഴിൽ എന്തായിരുന്നു? ഇതാണ് ചോദ്യം, പ്രസക്തമായ ചോദ്യം. കമന്റ് ബോക്സിൽ എഴുതാം. വിശ്വാസികൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ എഴുതാം. ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ പ്രഥമമായിട്ടും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് ഈ ആളുകളെ പോറ്റാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ലേഖത്തിലെ സൗണ്ട് ഒന്ന് കൂടും. ഇത് കഴിഞ്ഞ് മദീനയിൽ പോകുമ്പോഴത്തേക്ക് സ്വന്തം നിലയ്ക്ക് പ്രവാചകൻ വിവാഹം കഴിച്ചത്. എല്ലാം സ്വന്തം നിലയ്ക്ക് തന്നെയാണ് കഴിച്ചത്. പ്രവാചകൻ ഇഷ്ടപ്പെട്ടതിനാണ് കഴിച്ചത്. രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടാലാണ് ഇസ്ലാമിലെ കല്യാണം ആവുക. അതൊക്കെ വേറെ ടോപ്പിക്കാണ്. ഇസ്ലാമിലെ സ്ത്രീ എന്നുള്ളതൊക്കെ പതുക്കെ നമുക്ക് എടുക്കാം. ലിയാഖത്തിലെ ഫേവറേറ്റ് ടോപ്പിക്കാണ് സ്ത്രീകളെ കുറിച്ച് വിമർശിക്കുന്നതിനെല്ലാം. അത് ഓരോന്നോരോ ഇൻഷാല്ലാ ക്ലിപ്പ് വരട്ടെ, വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെ പാരസ്പര്യത്തോടാണ് എല്ലാ വിവാഹവും നടന്നത്. അപ്പൊ മദീനയിൽ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് കൂടുതൽ ലിയാഖത്തിലേക്ക് പറയാൻ ഇഷ്ടം. അത് നമുക്ക് പറയാം. അപ്പം ധനികനായിരുന്നു എന്നുള്ളതും, അത് മാത്രമല്ല ഇവിടെ നിന്ന് പോകുമ്പോൾ മക്കയിൽ ജീവിക്കാൻ പറ്റാത്ത അവസാനം അവർ ജീവൻ എടുക്കും, കൊല്ലും എന്നുള്ള നിലയിൽ, ഖുറൈശികൾ കൊല്ലും എന്നുള്ള നിലയ്ക്ക് വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അബൂബക്കറും വലിയൊരു ആ സമയത്ത് വലിയ ട്രേഡ്സ്മാൻ ആയിരുന്നു, പൈസ പണക്കാരനായിരുന്നു. അപ്പോൾ പോകാൻ നേരത്ത് ഒരു ഒട്ടകം ചോദിക്കും അബൂബക്കറിനടുത്ത്. അപ്പം അത് ഞാൻ ഫ്രീ ആയിട്ട് തരാമെന്ന് പറയും അബൂബക്കർ. വേണ്ടെന്ന് പറഞ്ഞിട്ട് അബൂബക്കർ ഞാൻ കാശ് കൊടുത്ത് തന്നെ ഒരു ഒട്ടകം മേടിക്കും. കയ്യിൽ കുറെ സ്വർണ്ണ നാണയം കൊണ്ടുപോയിട്ടാണ് മദീനയിൽ ആദ്യത്തെ സ്ഥലം വാങ്ങിക്കുമല്ലോ. അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം വരവേക്കും. മദീന ആൾക്കാരെല്ലാം രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയെല്ലാം ചെയ്യും. അപ്പൊ ആദ്യം ഒരു പള്ളി കെട്ടണം എന്നുള്ള സ്ഥലം മേടിക്കാൻ പറയുമ്പോൾ രണ്ട് അനാഥ ബാലന്മാരുടെ സ്ഥലം കാണാം. അവർ പറയും ഞങ്ങൾ അത് ഫ്രീ ആയിട്ട് തരാനാണ്. വേണ്ടാന്ന് പറയും. വേണ്ടാന്ന് പറഞ്ഞിട്ട് കയ്യിൽ നിന്നുള്ള കാശ് കൊടുത്തിട്ട് മേടിച്ചാണ്. ഇന്ന് മസ്ജിദ് നോമ്പി നിൽക്കുന്ന സ്ഥലം പ്രവാചകന്റെ കാശ് കൊടുത്ത് മേടിച്ച സ്ഥലമാണത്. ഇത് നിങ്ങൾ എന്താണ് ശമ്പളം, ഏതാണ് ശമ്പളം, പൈസ ഇല്ലാത്ത എന്തോ ഒന്നും ഇല്ലാത്ത ഒരാളിനെ പോലാണല്ലോ ഇവര് വിമർശകരും ലിയാഖത്തിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. കയ്യിൽ നിന്ന് കൊണ്ടുവന്ന കാശ് എടുത്ത് വാങ്ങിച്ച സ്ഥലമാണത്. അതിനകത്താണ് ഇന്ന് മസ്ജിദിൽ നിൽക്കുന്നത്. വലിയ കംപ്ലീറ്റ് ഏരിയ ഫുൾ. അന്ന് ചെറിയൊരു പള്ളിയായിരുന്നു, ഇന്ന് വലുത് റോളാസ് രൗലായും അതിന്റെ ഫുള്ളായിട്ട് റൗണ്ട് കിടക്കുന്നല്ല. അപ്പം അന്ന് കാശുണ്ടായിരുന്നു, എല്ലാം ചെയ്തു. അപ്പം ഇതുവരെയും സംശയങ്ങളൊന്നുമില്ല, സ്വന്തം കാശിലാണ് ചെയ്തെന്നുള്ളത്. ഓക്കെ. ഇനി അവിടെ ചെന്നിട്ട് ഭരണാധികാരിയാവുന്നു. ആവുമ്പോൾ അപ്പോഴാണ് ഇവരുടെ ജോലി എന്താണ്, അവരുടെ വരുമാന മാർഗം എന്തായിരുന്നു, എന്താണ്, എവിടെ നിന്നാണ് പൈസ കിട്ടിക്കൊണ്ടിരുന്നത്, എന്ത് ജോലിക്ക് പോയി, അതാണ് പ്രശ്നം. എന്ത് ജോലിക്ക് പോയി? ലിയാഖത്തിൽ ജോലിക്ക് പോകുന്നത് ചോദിക്കുന്നതിനാണ് പ്രവാചകൻ എന്ത് ജോലിക്ക് പോകുന്നത്. ഇപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, മോദി എന്ത് ജോലിക്കാണ് പോകുന്നത്? ഇപ്പം ഈ രാഷ്ട്രത്തിന്റെ തലവനാണ് മോദി. പണ്ട് ചായക്കടയിൽ ചായ അടിച്ചിരുന്നൊക്കെ പറയുന്നു. ആ ജോലിക്ക് പോയാണ് പുള്ളിയുടെ ഉപജീവനം നടത്തുന്നത്. ഇനി ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആവട്ടെ, ഏത് രാജ്യത്തിന്റെ തലവനാവട്ടെ, ഫ്രാൻസിന്റെ ആവട്ടെ, അമേരിക്കയുടെ ആവട്ടെ, അവരെല്ലാം എന്തെങ്കിലും റിക്ഷ വലിച്ചിട്ടോ അല്ലെങ്കിൽ ചായ അടിച്ചിട്ടാണ് ഒരു വരുമാനം നടത്തുന്നത്. ഒരു ഷമീർ ഉത്തരം പറയാതെ മോഡിയല്ല, പിണറായി വിജയൻ ആവട്ടെ, ഇനി സാധാ MLA ആവട്ടെ, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആവട്ടെ, അവരൊക്കെ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ആരെങ്കിലും ചോദിക്കും? അവരുടെ ജോലി ആവുമ്പോൾ ജനസേവനങ്ങളാണ്. അതേപോലെ തന്നെ അതിനു മേലെയായിട്ടുള്ള ഒരു രാഷ്ട്രത്തിന്റെ എല്ലാ ഇതും, ഇപ്പൊ രാഷ്ട്രപിതാവ്, രാഷ്ട്രപതി എന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പം ഈ രാഷ്ട്രപതി തന്നെ ആ പദവി വരെ അലങ്കരിച്ച പ്രവാചകൻ അദ്ദേഹം എന്ത് ജോലി എടുത്തു എന്ന് ചോദിക്കുന്നത് വളരെ അപഹാസ്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്താ അതിനൊക്കെ നമ്മൾ പറയാ? ബുദ്ധി ഇല്ല എന്നാണ് അതിനൊക്കെ പറയാ. വേറെന്താ പറയാ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അതായത് ലിയാഖത്തലിയുടെ ഓക്കെ അല്ല, അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാല് അഫ്സലാണ്. ഈഗിലുള്ള കാര്യം ആരാ കറിയാം പിന്നെ പറയുന്നെങ്കിൽ ആരെങ്കിലും മയക്കങ്ങ് ഓൺ ചെയ്താൽ മതി. അപ്പം ലിയാഖത്തിലെ ജോലി ചോദിച്ചാൽ ഉടനെ തിരിച്ച് പ്രവാചകന്റെ ചോദിച്ചാൽ നമ്മൾ മിണ്ടവാടച്ചിരിക്കും എന്നുള്ളത്. അപ്പം ലിയാഖത്തിന്റെ പണിയാണ് പ്രവാചകൻ ഉണ്ടായിരുന്നത്. പ്രവാചകൻ എന്നുള്ളൊരു പണി ഉണ്ടായിരുന്നു. ബാക്കി വരും ഉടനെ ആൾക്കാർക്ക് പറയണം, ദീന്റെ കാര്യങ്ങൾ പഠിപ്പിക്കണം. അന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ വരെ വരത്തില്ല. അത് ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഈ ദീന്റെ ജോലികൾ ആര് ചെയ്യും? അവിടുത്തെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ആര് ചെയ്യും? ആ ഒരു രാഷ്ട്രത്തിന്റെ കംപ്ലീറ്റ് എന്താണ് പ്രൊട്ടക്ഷൻ
അതിന്റെ ഫുൾ ഇൻചാർജാണ്. ഏത് സമയവും ആൾക്കാർ ആക്രമിക്കും. ഏത് കംപ്ലീറ്റ് എതിര് ജൂതന്മാര് ഇവരോടെ ചേർന്ന്, ഖുറൈശികളോട് ചേർന്ന്, അവിശ്വാസികളോട് ചേർന്ന് എങ്ങനെയെങ്കിലും മദീനയെ നശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് കച്ച കെട്ടി നിൽക്കുന്ന ഓരോ ആൾക്കാരുടെ ഇടയ്ക്ക് അവിടെ തന്നെ ജൂതന്മാരുണ്ട്. പല പല പ്രശ്നങ്ങൾ, ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഇൻഫർമേഷൻസ് വെളിയിൽ പോകും, ഇന്റലിജൻസ് നോക്കണം. ഇതെല്ലാം ചെയ്തിട്ട് പോയി എന്തെങ്കിലും ജോലി, ഇപ്പൊ ജോലി ചെയ്യാനെന്താ ഇത്രയും ജോലി ഇതാക്ക് അവിടെ ജോലി ചെയ്യാനെന്താ പ്രശ്നം? അപ്പം ആ ഒരു ഇതുള്ളത് കൊണ്ട് പ്രവാചകന് അള്ളാഹു തന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഗനീമത്ത് അല്ലെങ്കിൽ ഫൈ, ഗനീമത്ത് എന്ന് പറഞ്ഞാല് ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ യുദ്ധം ചെയ്ത് അവിടെ ചെയ്യുമ്പോഴത്തേക്ക് യുദ്ധത്തിൽ ജയിക്കുമ്പോൾ അവിടുത്തെ എതിരാളികൾ വിട്ടിട്ട് പോകും ആ സ്ഥാനങ്ങളൊക്കെ. അതില് ഒരു പങ്ക്, അത് പങ്ക് എത്ര എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. അത് വേറൊരു വിമർശനമാണ്. 5-1 എന്നുള്ളത് അതെടുത്ത് പറയുന്നുണ്ട്. അത് 5-1 എന്താന്നുള്ളത് നോക്കാം. അപ്പം അതിൽ നിന്നൊരു പങ്ക് പ്രവാചകനും പ്രവാചകന്റെ കുടുംബങ്ങൾക്കും പാവപ്പെട്ടവർക്കും അതുപോലെ അഗതികൾക്കും ഇങ്ങനെ കുറെ കാറ്റഗറി ഉണ്ട്. അവർക്കെല്ലാം കൂടെ ചേർത്ത് അതിൽ നിന്നൊരു പങ്കും ബാക്കി 5-4 അതിൽ പങ്കെടുത്ത ആൾക്കാർക്കും എന്നുള്ള റൂളുണ്ട്. അതുപോലെ ഫൈ എന്ന് പറഞ്ഞാല് ഇതില്ലാതെ, ഒരു യുദ്ധം നടക്കാതെ, ഇപ്പൊ കാലാൽപ്പടയോ കുതിരപ്പടയോ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും അവര് ഇതിനെതിരെ കാണിക്കും, രാഷ്ട്രത്തിനെതിരെ കാണിക്കും. അപ്പോഴത്തേക്ക് ഇല്ല, നിങ്ങൾ ഇവിടെ വിട്ടു പോകണം എന്ന് പറയുമ്പോൾ അങ്ങനെ കിട്ടുന്ന ബനൂ നദീർ പോലുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ കിട്ടിയാൽ, അതാണെങ്കിൽ യുദ്ധം ഇല്ലാതെ കിട്ടുകയാണെങ്കിൽ അതിനകത്തൊന്നും ഇങ്ങനെ കിട്ടും. എന്താണ് 5-1, ഫൈലാണ് 5-1, ഗനീമത്തില് 5-1 എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആ ഒരു റൂളും ഉണ്ടായിരുന്നു. അപ്പം അത് പ്രവാചകന് അള്ളാഹു കൊടുത്തിരുന്നു. ഇത് എടുക്കാം എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രം നിലനിർത്തുന്നു, രാഷ്ട്രം കൺട്രോൾ ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു, അഡ്മിനിസ്റ്റർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആ സമ്പത്തിൽ നിന്ന് 5-1 5-1 ശ്രദ്ധിക്കുക. പ്രവാചകന് മാത്രമല്ല, അത് ഞാൻ പിന്നീട് പറയും. പ്രവാചകന് മാത്രമുള്ളല്ല, അത് അങ്ങനെ ഒരു വിമർശനം കൂടെ വെക്കുന്നുണ്ട്. 5-1 പ്രവാചകൻ, അള്ളാഹുവിന് പ്രവാചകനാണല്ലോ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയാം. അത് അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ലിസ്റ്റ്. അത് പ്രവാചകൻ മാത്രമല്ല, അതിനകത്ത് കുറേ ലിസ്റ്റുകളുണ്ട്. പ്രവാചകന്റെ കുടുംബക്കാർ, അതായത് സക്കാത്ത് പ്രവാചകന് നിഷിദ്ധമാണ്, സക്കാത്തും സദക്കയും നിഷിദ്ധമാണ്. അതുകൊണ്ട് പ്രവാചകന് മാത്രമല്ല, അഹ്ലു ബൈത്ത് കംപ്ലീറ്റ്, പ്രവാചകന്റെ ആ രക്തബന്ധമുള്ള ഫാമിലികളും കംപ്ലീറ്റ് അഹ്ലു ബൈത്ത് സക്കാത്തും സദക്കയും ഹറാമാണ്. അവർക്ക് ഇത് ഓക്കെയാണ്. 5-1 പങ്കുകളിൽ അവരെല്ലാം അതിനകത്ത് ആൾക്കാരായിട്ട് വരും. അത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി സക്കാത്ത് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരാം. എന്താണ് ഉള്ളതെന്നുള്ളത് കൂടെ പറയാം. ഫതക്കില് ആ ഖൈബർ ഏരിയയില് ഫൈ ആയിട്ട് കിട്ടിയ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എന്താണ് ഉള്ള ഡേറ്റ്സ്, ബാർലി, വീറ്റ്, ഇത് വർഷാവർഷം ഒരു കണക്കനുസരിച്ച് വരും. ഒരു 100 വസക്ക് ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ 80 വസക്ക് ഡേറ്റ്സ്, 20 വസക്ക് ബാർലി എന്ന് പറഞ്ഞ് കണക്കുണ്ട്. അത് കറക്റ്റായിട്ട് എല്ലാ ഭാര്യമാർക്കും ഡിവൈഡ് ചെയ്ത് ഒരു വർഷം എന്നുള്ള കണക്കിൽ എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇന്നത്തെ ലേഖത്തിൽ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കഴിഞ്ഞു കൂട്ടിയത്, അതായത് എന്താന്ന് പോറ്റാൻ കഴിവില്ലെങ്കിൽ കല്യാണം കഴിക്കാവുന്ന അങ്ങനെ ചോദ്യം. അതുകൊണ്ട് അഡ്രസ് ചെയ്യണമല്ലോ. പോറ്റാൻ കഴിവുണ്ടെങ്കിൽ ലിയാഖത്തിൽ അത് പേഴ്സണലായിട്ട് പറയാം. ലിയാഖത്തിൽ പോറ്റാൻ കഴിവിട്ടോണ്ടാണ് കല്യാണം കഴിച്ചത്. അല്ലെങ്കിൽ പോറ്റാൻ എത്ര വേണം പൈസ? ആ സമയത്ത് ഒരു പോറ്റാനുള്ള ഫാമിലിയും പോറ്റാനുള്ള പൈസ ലിയാഖത്തിൽ കൊണ്ടാണ് തിരിച്ചു വെച്ചാലോ. ഇപ്പൊ പോറ്റാൻ പറ്റുമോ ഇല്ലെന്നുള്ള ആ പെണ്ണ് പറയണം, പെണ്ണിന്റെ കുടുംബം പറയണം. അവരാണ് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്. നിനക്ക് എത്ര ശമ്പളം വേണം, എത്ര കഴിവുണ്ടോ ഇല്ലെന്നോ അവരാണ് നോക്കേണ്ടത്. ഇത് കല്യാണം കഴിച്ചതെല്ലാം അവർ തമ്മില് എന്താണ് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ തമ്മിൽ സമ്മതത്തോടെ കല്യാണം കഴിച്ചതിനകത്ത് ലിയാഖത്തിൽ ചോദിക്കാൻ എന്താണ് അധികാരം? അല്ല, അത് മാത്രമല്ല, തിരിച്ച് ഞങ്ങൾ ചോദിച്ചാലോ, ആയിഷ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണെന്ന് തോന്നുന്നു. പ്രവാചകൻ 400 ദിർഹം കൊടുക്കാതെ ആരെയും വിവാഹം കഴിച്ചിട്ടില്ല, മഹറായിട്ട് കൊടുക്കാതെ ആരെയും വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തന്നെ എന്റെ ഓർമ്മയില്ല. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ, ഓർമ്മ ഉണ്ട്. അപ്പം ഇയാളെ കയറി പോറ്റാൻ കഴിയില്ല പോറ്റാൻ കഴിയില്ല കാര്യം പറയുന്നത് എന്താ പറയാ, 3 ദിവസം കഴിച്ചില്ല എന്നുണ്ട്, 3 മാസം സക്കാത്ത് അവിടെ ഉണ്ട്, ട്രഷറിയിൽ പൈസ ഉണ്ട്, അത് തൊടത്തില്ല. പക്ഷെ 3 മാസം ആഹാരമില്ല, വീട്ടിൽ അടുപ്പെരിഞ്ഞിട്ടില്ല, ട്രഷറിയിൽ ഉള്ളപ്പോ തന്നെയാണ്. ഫൈനലായിട്ട് വീട്ടിൽ ലാസ്റ്റ് മരിക്കുമ്പോഴും ഒരു കൈപ്പിടി മാവ് മാത്രമേ ഉള്ളൂ. ടോട്ടൽ അങ്ങ് പീക്കിൽ നിൽക്കുകയാണ് എല്ലാം. രാഷ്ട്രത്തിനകത്ത് സമ്പത്ത് എല്ലാം ഉണ്ട്, കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ട് കയ്യിൽ. പ്രവാചകന്റെ വീട്ടില് പടച്ചട്ടട് എല്ലാവർക്കും അറിയാം. അതുപോലും തിരിച്ചു എടുത്തിട്ടില്ല. വീട്ടിൽ ആകെ ഒരു കൈപ്പിടി ധാന്യം, ബാർലി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ.
പ്രവാചകന്റെ സ്വത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു കട്ടില്, ഇത്ര കാണത്തുള്ളൂ, അത് വലുതായി ഒന്നുമില്ല. വേണമെങ്കിൽ ജീവിക്കായിരുന്നു. ആർക്കും ആൾക്കാരൊന്ന് ചോദിച്ചു, അപ്പുറത്ത് ഖുറാസാൻ രാജാവ് അവരെല്ലാം നല്ല ലക്ഷറിയായിട്ട് ജീവിക്കുന്നുണ്ട്, താങ്കൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അത് ഞാൻ ഇവിടുത്തെ ട്രാവലർ മാത്രമാണ്, എന്റെ ഡെസ്റ്റിനേഷൻ വേറെയാണ്, അപ്പം എനിക്കിത് മതി എന്നുള്ള ഇവിടുത്തെ രീതിയിൽ ഇത് ജീവിച്ചാൽ മതി എന്നുള്ള രീതിയിൽ കഷ്ടപ്പെട്ടു. ഇനിയിപ്പോ ഇത് ചോദിച്ചോണ്ട് ഒന്നും കൂടെ പറയാം, പോറ്റാൻ പറ്റില്ല കംപ്ലൈന്റ് പറയേണ്ടത് ആരാ? ഭാര്യമാരല്ല പറയേണ്ടത്. അവര് ചോദിച്ചു, അതായിരിക്കും ഉദ്ദേശിച്ചത്, ജാഗ്രതയില്ല. അവര് ചോദിച്ചു, അതായത് അത് ഖുറാനിൽ തന്നെ ആയത്തുണ്ട്, ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഇത് കുറച്ചും കൂടെ കൂടുതൽ വേണം, കൂടുതൽ സൗകര്യങ്ങൾ വേണം. സൗകര്യമില്ല, പോറ്റാൻ പറ്റില്ല എന്നുള്ളതല്ല, അവര് ഉള്ളത് തന്നെ കഴിച്ചുകൊണ്ടിരുന്നു, 3 പട്ടിണി കിടന്നു, അതെല്ലാം ഓക്കെ തന്നെയാണ്. പക്ഷെ കൂടുതൽ വേണോന്ന് അവര് ചോദിച്ചു. കാരണം എന്താ, സക്കാത്തില് ആരും ഒന്ന് ചോദിച്ചാലും ഒരാളൊന്ന്, അതൊക്കെ ഹദീസ് കാണാൻ നിങ്ങൾക്ക്, ഒരാളൊന്ന് ചോദിക്കും, പ്രവാചകരെ ഞാൻ ഒട്ടം കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഫുള്ള് ലോഡ് ചെയ്യാൻ പറയും. ആ ഫുള്ള് ലോഡ് സക്കാത്തിൽ നിന്ന് അല്ലെങ്കിൽ ബൈത്തുൽ മാലിൽ നിന്ന് അയാൾക്ക് കൊടുക്കും. ഗ്രാമവാസികൾ ഒരു ഒട്ടം എന്ന് പറഞ്ഞാൽ ഹാഫ് ലോറി ലോഡാന്ന് നോക്കണം, 2 ഒട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ലോറി ലോഡാവും, ഒരു ഒട്ടം എന്ന് പറഞ്ഞാൽ ഹാഫ് ലോറി ലോഡാണ്. അത്രയും ഇത് അവർക്ക് കൊടുക്കും. പക്ഷെ ഇവിടെ പട്ടിണിയാണ്. ഇങ്ങനെയുള്ള ഒരു സംഭവം, ഇത്രയും ഹദീസുകൾ, ഇത്രയും ആയത്തുകളെല്ലാം ഉണ്ടായിട്ടും കണ്ണടച്ച് നാവ് വളച്ച് പ്രവാചകൻ എന്ത് ജോലി ചെയ്തു, എന്ത് ചെയ്തു, എങ്ങനെ പറയാം? അതുകൊണ്ട് ഞാൻ കിളിപോയെന്ന് പറഞ്ഞത്. ഒരു അടിസ്ഥാനം ഇല്ലാതെ എന്തെങ്കിലും പറയണം. ഹാലളകി വഹാബികൾ എന്ന് പറഞ്ഞ ഇല്ലാക്കത്തില്ല റൂം ഇട്ടിട്ടുണ്ട് അവിടെ. ശരി, ഓക്കെ. ശരി, ഓക്കെ. അപ്പൊ ഇതും കൂടെ തീർക്കാം. അപ്പം ഭാര്യമാര് ചോദിച്ചെന്നുള്ളത് ശരിയാണ്. ഇനി ഞാൻ കുറിച്ച് അവർ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ വരുന്നവർക്കെല്ലാം സക്കാത്ത് എടുത്ത് കൊടുക്കുന്നത്, അതിന് ഞങ്ങൾക്ക് കൂടെ എടുത്ത് താന്നാണ് ചോദിച്ചത്. അതിന് ക്ലിയർ ആയിട്ട് പ്രവാചകൻ ഓപ്ഷൻ വെച്ചു, നിങ്ങൾക്ക് ഈ ഭൂമിയിലെ വിഭവങ്ങളാണ് വേണമെന്നുണ്ടെങ്കിൽ, ഖുറാൻ ആയത്താണ്, നമ്പറൊന്നും ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് ആയത്ത് നോക്കി അറിയാം. ഈ ഭൂമിയിലെ വിഭവങ്ങളാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഡൈവേഴ്സ് ചെയ്തേക്കാം, അപ്പൊ പിന്നെ സക്കാത്ത് എടുക്കാൻ നിൽക്കും. എന്റെ ഭാര്യമാരായിട്ടിരിക്കുമ്പോൾ സക്കാത്തിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. നിങ്ങളപ്പോൾ നിങ്ങൾ ഇത് അല്ലാതെ, അതല്ല പരലോകമാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് സഹിച്ചേ പറ്റൂ. ഏത് ഈ കണ്ടീഷനൊക്കെ എനിക്ക് സക്കാത്ത് പറ്റില്ല, കഷ്ടപ്പെട്ടേ പറ്റും. എല്ലാവരും സമ്മതിച്ച് നിന്നു എന്നുള്ളതാണ്. ഇത് മറ്റൊരു പ്രൂഫാണ്. ഇപ്പൊ സമയമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇത്രയും ഭാര്യമാരെ കഷ്ടത സഹിച്ച്, ആദ്യം സർട്ടിഫൈ ചെയ്യേണ്ടത് ഭാര്യമാരല്ലേ, പോറ്റാൻ കഴിവുണ്ടോ എന്നുള്ളതും. എങ്ങനെ ഞാൻ വിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ ഓടാനില്ല. ഇപ്പൊ നിങ്ങൾ ചിത്രീകരിക്കുന്ന കണക്ക് പ്രവാചകനായിരുന്നെങ്കിൽ ഈ ചാൻസ് മുതലാക്കി അപ്പോഴേ എല്ലാവരും ഡൈവേഴ്സ് വാങ്ങി പോകേണ്ടതാണ്. ഒരാൾ വാങ്ങിച്ചു പോയില്ല. ഇനി പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, ആഹാരമില്ല, ഞങ്ങൾക്ക് പരലോകം മതി, പ്രവാചകന്റെ ഭാര്യ എന്നുള്ള സ്ഥാനം മതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും തുടർന്നു. അപ്പം ഇതാണ്. പിന്നെ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇതായിരുന്നു പ്രവാചകന്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്. ആഹാരം എങ്ങനെയാണ് പോറ്റിയിരുന്നെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, ഖൈബറിലും ഫതക്കിലും ഉണ്ടായിരുന്ന ഇതിൽ നിന്ന് വർഷക്കണക്കിന്, ഒരു വർഷം കണക്കാക്കി എല്ലാ ഭാര്യമാർക്കും കൊടുക്കും. അതുപോലെ ഒരു 100 ആടുണ്ടായിരുന്നു. 100 ആടില് 101 ആവുമ്പോൾ, ഒരെണ്ണം പ്രസവിക്കുമ്പോഴത്തേക്ക് ഒരാടിനെ അങ്ങ് അറുക്കും. ഇത് നിങ്ങൾക്ക് അബൂദാവൂദിൽ 142 കാണും. ഇതാണ് പ്രവാചകന്റെ അത് ഈ ഫതക്കിന്ന് വന്ന സ്വത്തും അതുപോലെ ഈ 100 ആടും വെച്ചിട്ടാണ് പ്രവാചകന്റെ ജീവിതം നോടിയിരുന്നത്. അത് ചിലപ്പം അതിനകത്ത് കാണും, ചിലപ്പം കാണത്തില്ല. പക്ഷേ ബൈത്തുൽ മാലിൽ ഫുള്ള് നിറഞ്ഞു കവിഞ്ഞു, തൊട്ടിട്ടില്ല. പിന്നെ അതും കൂടെ പറഞ്ഞേക്കാം. മറ്റേ 5-1 നിങ്ങൾക്ക് 8-ന്റെ 41-ലും 59-7-ലും കാണാം. അത് പ്രവാചകനും മാത്രമല്ല, പ്രവാചകനും അള്ളാഹുവും എന്ന് കാണും. അത് ഗവൺമെന്റ് എന്നർത്ഥം. അതിനകത്ത് തന്നെ പാവപ്പെട്ടവർക്ക്, വഴിപോക്കർക്ക് എല്ലാം ഉണ്ട്. എല്ലാവരും കൂടെ ചേർത്തില്ല, ഒരു പോർഷൻ മാത്രമാണ്. ഇപ്പൊ 5-1 പ്രവാചകനും പ്രവാചകന്റെ കുടുംബക്കാർക്കും, ആർക്കെല്ലാം സക്കാത്ത് ബാധകമില്ലയോ അവർക്കും, വഴിപോക്കർക്കും, അനാഥകർക്കും, അങ്ങനെയുള്ള പാവപ്പെട്ടവർക്ക് എല്ലാം കൂടെ ചേർത്തിട്ടാണ് 5-1. അല്ലാതെ പ്രവാചകനും മാത്രമല്ല. അള്ളാഹു എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ടവർ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്, അല്ലാത്ത പാവപ്പെട്ടവർ. ജനറലായിട്ട് പ്രവാചകനും അള്ളാഹു എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നടത്തും, ഗവൺമെന്റ് ചേരും. അതിൽ നിന്ന് ആർക്കെല്ലാം എൻറ്റൈറ്റിൽ ആവോ അവർക്ക്, പാവപ്പെട്ടവർക്ക് എന്നുള്ള അർത്ഥത്തിലാണ്. അല്ല അള്ളാഹുവിന്റെ പങ്കും കൂടെ പ്രവാചകൻ എടുത്തൊക്കെ ഒരുപാട് വിമർശനങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു അപ്പൊ അൻസാറുകൾ പല രീതിയിലും മുസ്ലിങ്ങളെ സഹായിച്ചിട്ടുണ്ട്, മുഹമ്മദിനെ ചെന്നവരെ സഹായിച്ചിട്ടുണ്ട്, വീട് കൊടുത്തവരുണ്ട്, സമ്പത്ത് കൊടുത്തവരുണ്ട്. അതിന് പുറമെ അവരുടെ തന്നെ ഇപ്പൊ മുഹമ്മദിന്റെ കൂടെ ഹിജറ പോയ ആൾക്കാരുടെ സക്കാത്ത് നിയമമാക്കിയാൽ ഇവരെടുത്ത് എന്താണ് എടുത്ത് കൊടുക്കാനുള്ളത്? സക്കാത്ത് കൊടുക്കേണ്ടത് ആരാ? മദീനയിലുള്ള മുഹാജിറുകൾ. അവരെടുത്താണല്ലോ പൈസ ഉള്ളത്. അപ്പൊ അവര് സക്കാത്ത് കൊടുക്കും. ആ പൈസ എവിടെ വരും? ബൈത്തുൽ മാലിൽ വരും. ബൈത്തുൽ മാലി പറഞ്ഞ ആരാ? മുഹമ്മദ് നബി. അത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സക്കാത്ത് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരാം, 5-ലേക്കും 5-ലേക്കും വരാം. ഇപ്പൊ സക്കാത്ത് ഉണ്ട്, ബൈത്തുൽ മാലുണ്ട്. അപ്പൊ സക്കാത്തിനകത്ത് ബൈത്തുൽ മാലിന്റെ വന്ന് അവിടെ കിടക്കും. ബൈത്തുൽ മാലിൽ തന്നെയാണ് സക്കാത്തിന്റെ മുതലും വന്ന് കിടക്കുക. അപ്പോ അത് ഹറാമാന്ന് പറയുമ്പോ അപ്പൊ പറയാണ് അദ്ദേഹം, ബൈത്തുൽ മാല് ലേഖത്തിൽ പറയുന്നത്, ബൈത്തുൽ മാൽ പ്രവാചകന്റെ കൺട്രോളിലല്ലായിരുന്നോ? ഒരു വാക്ക് പറഞ്ഞ് നിർത്തുന്നു. അത് നാവ് വളയുന്നില്ല. അതിൽ നിന്ന് എടുത്തു എന്ന് പറയാന് നാവ് വളയുന്നില്ല. അതാണ് എത്ര കള്ളം പറയുന്ന ആളാണെങ്കിലും എത്ര ഇതാണെങ്കിലും ആ ഉള്ളിന്റെ ഉള്ളിൽ ആ ബോധം കാണും.
നമ്മൾ പറയുന്നത് തെറ്റാണല്ലോ എന്നുള്ളത് വളരെ ഇതായിട്ട് കാണും. പ്രവാചകനെതിരെ ആ ഒരു വാക്ക് പറയാൻ പറ്റത്തില്ല എന്നറിയാം. ഗവൺമെന്റ് ഫണ്ട്സിൽ കൈവച്ചു എന്നുള്ളത് ഒരാൾക്കും കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ എന്താണ് കൈവച്ചാൽ എന്താണെന്ന് ഞാൻ ചോദിക്കും. സക്കാത്ത് എനിക്ക് ഹറാമാന്ന് പറയേണ്ട ആവശ്യം എന്തുവാ? അതിന് എത്ര വേണേ ഞാൻ എടുക്കാം, എടുത്തിട്ട് ബാക്കിയെ നിങ്ങൾക്ക് തരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതാണ് റൂൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ജിബ്രീൽ ഒന്നും അല്ല പ്രവാചകനാണ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെന്നല്ല പറഞ്ഞത്. സ്വന്തമായി ഉണ്ടാക്കിയിരുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞാലേ. എന്തുകൊണ്ട് പറഞ്ഞില്ല? സക്കാത്തിനകത്തും എനിക്കും പങ്കുണ്ട്, എനിക്ക് കുടുംബത്തിന് സക്കാത്തിലും പങ്കുണ്ട്. ഞാൻ വേറെ ഫുള്ളായിട്ട് ഞാനാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, ഞാനാണ് നോക്കുന്നത്. എന്ത് പറഞ്ഞാലും അവർ സമ്മതിക്കും. എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? അത് പറഞ്ഞാൽ നാണക്കേടാണ്, സക്കാത്തിനാണ്. എന്നിട്ട് അതേ നാണക്കേട് എന്ത് സക്കാത്ത്? അത് സമ്പത്ത് തന്നെയല്ലേ, അത് ടാക്സ് അല്ലേ അത്. ആ ടാക്സിൽ നിന്നാണ് ഇന്ന് ഗവൺമെന്റ് എംപ്ലോയീസിന് എല്ലാവർക്കും പൈസ കൊടുക്കുന്നത്, ഏത് ഒരു ശമ്പളം കൊടുക്കുന്നത്. ഇതൊരു ടാക്സ് തന്നെയാണ്. അത് നാണക്കേടെന്തോ അതിനകത്ത്. അപ്പൊ ആ നാണക്കേടെന്ന് നമുക്ക് പറയാൻ നാവളെന്ന്. എന്തുകൊണ്ട് പ്രവാചകൻ അത് വേണ്ടാന്ന് പറഞ്ഞു, സക്കാത്ത് വേണ്ടാന്ന് പറഞ്ഞു? സക്കാത്ത് എനിക്കും പാടില്ല, എന്റെ കുടുംബത്തിനും പാടില്ല. ഞാൻ വിട്ടേച്ച് പോകുന്ന സ്വത്ത് എന്റെ കുടുംബക്കാർക്ക് ചേരില്ല, അവർക്ക് അനന്തരാവകാശമായിട്ട് പോലും ചേരില്ല. ഇങ്ങനെ പറഞ്ഞ ഒരാളെന്ന് കാണിക്കും. ഇതാ ഈ ഒരു പ്രവാചകനെയാണോ നിങ്ങൾ കംപ്ലീറ്റ് ഗനീമത്ത് അല്ലെങ്കിൽ ബൈത്തുൽ മാൽ അദ്ദേഹത്തിന്റെ കൺട്രോളിലായിരുന്നു എന്ന് പറയാൻ ഒരു ഉളുപ്പ് വേണ്ടത്? നാവളച്ചിങ്ങനെ പറയുന്നത്. സ്വന്തം മകള് ഫാത്തിമ ഒരിക്കലും വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അന്ന് ആ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഗനീമത്ത് മുതലിൽ പെട്ട അടിമകളായിട്ട് അല്ലെങ്കിൽ വാറിന് പിടിച്ചെടുത്ത ആളുകളുണ്ട്, എന്നിട്ട് പോലും കൊടുത്തിട്ടില്ല. അത് കൊടുത്തിട്ടുമല്ല. പ്രവാചകന്റെ സ്വത്ത് അന്താരാഷ്ട്ര സ്വത്ത് ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ല, അത് ഗവൺമെന്റ് എഴുതി വെക്കും. എനിക്ക് പ്രവാചകന്റെ പേരിലുണ്ടായിരുന്ന ആ സ്ഥലം ഗവൺമെന്റിൽ അറ്റാച്ച് ചെയ്യും. അത് പിന്നീട് പ്രവാചകന്റെ മരണശേഷം ഫാത്തിമ ബീവി അബൂബക്കറിന്റെ അടുത്ത് വന്ന് ചോദിക്കും, എന്റെ പിതാവിന്റെ സ്വത്ത് എനിക്ക് താന്നു. തരത്തില്ല എന്ന് പറയും. അതങ്ങനെ തരാൻ പറ്റും? പ്രവാചകൻ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പോയത്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഒന്ന് കാണിച്ചു തന്നെ. ലിയാഖത്തിന്റെ ഇടയിൽ പൈസ കൊടുത്തില്ല, അല്ലെങ്കിൽ നാസ്തികരുടെ ലിയാഖത്തിൽ നമ്മൾ പറയുന്നില്ല, നാസ്തികരുടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ ഇന്നത്തെ കാലത്ത് കുറച്ച് പൈസ ഇത് ഞങ്ങൾ എന്തെല്ലാം കാണും. ഒരു 10 രൂപ കിട്ടിയാൽ അത് പറ്റിക്കാൻ നിൽക്കുന്നു. ഗവൺമെന്റ് സർവീസിലാണെങ്കിൽ എവിടാണ് ലോകം മൊത്തവും ജനാധിപത്യ സംവിധാനമുള്ള സ്ഥലത്തെല്ലാം കൈയിട്ട് വാരുന്നു. എങ്ങനെയെല്ലാം പലിശ വാങ്ങിക്കാം, എന്തെല്ലാം കൈയിട്ട് വരാവോ, എങ്ങനെയെല്ലാം പറ്റിച്ചെടുക്കുക, ഗവൺമെന്റ് ഫണ്ട്സിന് കൈക്കൂലി വാങ്ങിക്കാവോ, എല്ലാം ചെയ്യുന്നു. ഇത് ആരും ചോദിക്കാനില്ല. ഞാൻ എടുക്കുന്ന പറഞ്ഞാൽ എടുക്കും, ഇതാണ് ഇത്, എനിക്ക് ഇത്രയും ഇതിനകത്ത് ഞാൻ എടുക്കുന്ന പറഞ്ഞാൽ ഒരാളും പറയാനില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ഇതെനിക്ക് പാടില്ല, എന്റെ കുടുംബത്തിന് ഇത് ചേരത്തില്ല. മരിച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചു ആവശ്യം അത്ര കഷ്ടപ്പെടുന്ന മകളൊന്ന് ചോദിച്ചിട്ട് എന്ത് പെർഫെക്റ്റ് ആയിട്ട് ജീവിച്ചു, എന്ത് പെർഫെക്റ്റ് ആയ ഒരു തലമുറ വാർത്തെടുത്തിട്ട് പോയി. അടുത്ത തലമുറ നോക്കെ പ്രവാചകം കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടത്തിന് കാണിച്ചിട്ട് പൊയ്ക്കൂടെ? തോന്നിയ മാസം കാണിച്ചുകൂടായിരുന്നു അവർക്ക്. എന്തുകൊണ്ട് കൊടുത്തില്ല? ആ പറഞ്ഞ വാക്കിൽ എത്രത്തോളം അവർ നേരിട്ട് കണ്ട സഹാബാക്കളാണ്. നിങ്ങൾ ഇവിടെ നിന്ന് വിമർശിക്കുന്ന നിങ്ങൾ എന്തോ കണ്ടിട്ടാ? അതിനകത്ത് തെറ്റായ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്, ലൈഫായ ഹദീസുകളുണ്ട്, തെറ്റായ സീറകളിലുള്ള റിപ്പോർട്ട്സുകളുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ അതും തെറ്റിദ്ധരിപ്പിച്ചിട്ട് പറയുന്നു. നേരിട്ട് കണ്ട ആൾക്കാരാണ് അബൂബക്കർ, നേരെ കൂടെ നിന്ന ആളാണ്. എന്തുകൊണ്ട് ഞാൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു? പ്രവാചകൻ എന്തെങ്കിലും ഒരു കള്ളത്തരം അല്ലെങ്കിൽ ഒരു മോശം, നിങ്ങൾ പറയുന്ന കണക്ക് ഒരു പൊട്ടി ഒരു 0.001% അങ്ങനെയുള്ള സ്വഭാവത്തിലുള്ള ആളായിരുന്നെങ്കിൽ അബൂബക്കറിനെ അറിയാം. അത് വെറുതെ പറഞ്ഞാണ്, അല്ലാഹൊന്നും അല്ല, സ്വന്തമായിട്ട് പറഞ്ഞാണെങ്കിൽ ഈ സ്വത്ത് എന്തിന് കൊടുക്കാതിരിക്കണം? പ്രവാചകൻ ചെയ്തത് ഞാൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തരത്തില്ല, ഞാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ തരത്തില്ല, അങ്ങനെ പറ്റത്തില്ല. പറഞ്ഞിട്ട് അദ്ദേഹം മരിച്ചു പോയി, ഓക്കെ, ഞാൻ പറഞ്ഞ വാക്ക്, അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ തള്ളത്തില്ല. ഇതിനൊക്കെ നിങ്ങൾക്ക് ഈ ലിയാഖത്തിൽ പറയുന്നത് എല്ലാം തെറ്റാണ്. വിമർശകർ പറയുന്ന, പ്രവാചകനെതിരെ പറയുന്ന എല്ലാം ഒരു പൊടിക്ക് പോലും ശരിയല്ല സത്യത്തിൽ. ഞാൻ ഒരു 4 സംഭവം മാത്രം പറയാം ഈ സക്കാത്തിന്റെ കാര്യത്തിൽ. എത്രത്തോളം സീരിയസ് ആയിരുന്നു, എത്രത്തോളം മൈന്യൂട്ടായിട്ടാണ് പ്രവാചകൻ ഈ സക്കാത്ത് തൊടാൻ പാടില്ല എന്നുള്ളതിനകത്ത് കെയർഫുൾ ആയിരുന്നത് എന്നുള്ളതിന് ഒരു 4 സംഭവം ഞാൻ പറയാം. എല്ലാവരും കേട്ടിട്ടുള്ള സംഭവം തന്നെയാണ് ഞാൻ പറയാം. ഒരു ദിവസം ഹസൻ സക്കാത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വീടിന്റെ അടുത്ത് തന്നെ ആ കോമ്പൗണ്ടിൽ തന്നെ, ഗ്രൗണ്ടിൽ തന്നെയാണ് ഇങ്ങനെ കൂമ്പാരം കൂട്ടിയിട്ടേക്കും. വരുന്ന കാരക്കായും ഇതെല്ലാം അവിടെ തന്നെയാണ് ഇട്ടേക്കുക. അപ്പൊ പിള്ളേർ ചെറുമക്കൾ അവിടെ തന്നെ അല്ല അടുത്ത് വീട്ടിൽ താമസിക്കും, അവർ കളിക്കുന്ന അവിടെ തന്നെയാണ്. അപ്പൊ കളിച്ചുകൊണ്ടിരുന്ന ഹസൻ ആ സക്കാത്തിൽ നിന്നുള്ള ഒരു ഈത്തപ്പഴം എടുത്ത് വായിലിട്ടു. ഇത് പ്രവാചകൻ കണ്ടു, ദൂരെ കണ്ടിട്ട് ഓടി വന്ന് ആ കുട്ടിയുടെ വായിൽ വിരലിട്ടിട്ട് തുപ്പ് എന്ന് പറഞ്ഞിട്ട് ആ കാരക്ക എടുത്ത് കളയാണ്, താഴെ കളഞ്ഞിട്ട് പറയാണ്, മോനെ അറിയത്തില്ലേ നമുക്കിത് ഹറാമാണ്, സക്കാത്ത് നമുക്ക് ഹറാമാണ്. ഒരു കാരക്ക പോലും പബ്ലിക് ഫണ്ടിൽ ഇല്ലാത്തത് എടുത്തിട്ട് സക്കാത്തിൽ നിന്ന് എടുത്തിട്ടില്ല.
എന്താണ് ആ 1/5 എന്ന് പറയുന്നതിനകത്ത് പയ്യായിട്ട് കിട്ടിയത് അല്ലെങ്കിൽ ഗനിമത്തിൽ നിന്ന് കിട്ടുന്നത്, അതിനകത്ത് എന്താണോ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അല്ലാതെ എല്ലാവരും മുമ്പിൽ പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്ത് എന്തെടുത്തോ അതേ എടുത്തിട്ടുള്ളൂ. അല്ലാതെ ഇത് ആര് കാണാനാ? നമ്മളാണെങ്കിൽ ഇങ്ങനെ പറയുമോ? ഒരു കുട്ടിയല്ല ഒരു കാരക്ക ഒരെണ്ണം കഴിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് നമ്മൾ വിചാരിക്കത്തുള്ളൂ. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഭയന്നത് ആരെക്കാളും പ്രവാചകൻ എന്നുള്ളൊരു തെളിവാണ്. ആരും അറിയത്തില്ല, പ്രവാചകന് മോന് മാത്രമേ ഉള്ളൂ, ഹസൻ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ സത്യസന്ധത, എന്നിട്ടാണ് ലിയാഖത്തിൽ പറയുന്നത് ഗനീമത്ത് ബൈത്തുൽ മാൽ സ്വന്തം കയ്യിലാണല്ലോ ഇരുന്നത്, ഇഷ്ടത്തിന് എടുക്കാറുന്നുള്ളത്. ഒരുപാട് രീതിയിൽ ഇത് റിഫ്യൂട്ട് ചെയ്യാം. സമയം ഒരുപാട് പോകുന്നുണ്ട്, ഞാൻ വേറെ ആംഗിളിലൊന്നും പോകുന്നില്ല. അടുത്തത് അതുപോലെ തന്നെ ഒരു ഇത് നിങ്ങൾക്ക് കാണണമെങ്കിൽ സക്കാത്ത് ഹലാലല്ല എന്നുള്ളത് നസയിൽ 2609 കാണാം. സക്കാത്ത് പ്രവാചകനും കുടുംബത്തിനും ഹലാലല്ല എന്നുള്ളതിന് നസൈ 2609 കാണാം. അതുപോലെ ഫാത്തിമ ബീവി ആ സ്ഥലം ചോദിച്ചു വന്നു, കൊടുത്തില്ല എന്നുള്ളത് ബുഖാരിയിൽ 3093, 3094, 4036. ബുഖാരി 3093, 3094, 4036. അതുപോലെ ഹസൻ ആ കാരക്കടുത്ത് കഴിച്ചപ്പോഴത്തേക്ക് തുപ്പ് എന്ന് പറഞ്ഞെടുത്ത് കളഞ്ഞത് ബുഖാരി 1491. ഇനി പ്രവാചകൻ തന്നെ വിശപ്പുണ്ടായിരിക്കും, താഴെ ഒരു കാരക്ക കിടക്കും. ചിലപ്പോൾ അത് സ്വന്തം വീട്ടിലെ കാരക്കയായിരിക്കും, ചിലപ്പം ഇതിലെയും ആയിരിക്കും, സക്കാത്തിൽ നിന്ന് വന്നതായിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും ആവശ്യമുണ്ടായിട്ട് ഇവനെ കഴിക്കത്തില്ല. ഇത് എനിക്ക് സക്കാത്തിൽ നിന്ന് വന്നതാണോ എന്ന് ഭയപ്പെട്ട് ഞാൻ അത് തൊടത്തില്ലായിരുന്നു എന്നുള്ളത് ബുഖാരിയിൽ 2055, 2431. ഒരു ഡൗട്ട് ഉണ്ടായാൽ പോലും ഇതിനകത്ത് എടുക്കുന്നില്ല. എത്ര പെർഫെക്ഷൻ്റെ അങ്ങ് അറ്റം, ഇതിനപ്പുറം പെർഫെക്ഷൻ കാണിക്കാൻ പറ്റത്തില്ല ക്ലിയർ ആയിട്ട്. ഇനി നമുക്ക് കേട്ടാൽ ഇത്രയും പെർഫെക്റ്റ് ആണോ എന്ന് ചോദിക്കുന്ന ഒരു സംഭവം പറയാം. അങ്ങനെ ഇത് അധികം നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമായിരിക്കും. ഇത് നിങ്ങൾ കേട്ടോ. അതിനുമ്പ് ഒരു റൂള് പറയാം. അന്ന് അടിമ സമ്പ്രദായം, അത് സെപ്പറേറ്റ് ടോപ്പിക്കാണ്, നമ്മളത് വേറെ മാറി പറയാം. അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നപ്പോൾ അടിമ സമ്പ്രദായം റൂളുണ്ട്. ഇപ്പം ഒരു അടിമ എനിക്കുണ്ടായിരുന്നു വിചാരിക്കും, ഞാൻ അടിമയെ മോചിപ്പിച്ച് ആ അടിമ പോയി പുറത്ത് പോയി സമ്പാദിക്കുന്നു, സ്വത്തെല്ലാം സമ്പാദിച്ചു ഉണ്ടായിരുന്നു. അതിന്റെ അടിമ മരിച്ചു എന്ന് വിചാരിക്കാം. അപ്പം ആ സ്വത്ത് എനിക്ക് വരും. ആരാണോ പൂർവ്വ യജമാൻ, ആ യജമാന് ആ മരിച്ചുപോയ അടിമയുടെ സ്വത്ത് ചേരും. ഇങ്ങനെ ഒരു റൂളുണ്ട്. ഇത് മനസ്സിൽ വെച്ചേക്കാം. ഇത് അറിഞ്ഞാലേ ഈ സംഭവം പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അബു റാഫി എന്നും പറഞ്ഞൊരു അടിമ പ്രവചനം ഉണ്ടായിരുന്നു. അയാൾ ഫ്രീഡ് ആയിരുന്നു, അയാൾ മോചിപ്പിച്ചൊരു അടിമയായിരുന്നു. അപ്പം സക്കാത്ത് കളക്ട് ചെയ്യാൻ ആൾക്കാർ പോകും. ഇന്ന് നമ്മൾ പറയുന്ന സക്കാത്ത് സിസ്റ്റം അല്ല ശരിക്കും. ഗവൺമെന്റ് പോയിട്ട് കറക്റ്റായിട്ട് എടുത്തോണ്ട് വരും. ഓരോ വീട്ടിൽ പോയി 100 ആടുണ്ടെങ്കിൽ ഇത്ര ആട്, 100 ഒട്ടകം ഉണ്ടെങ്കിൽ ഇത്ര ഒട്ടകം എന്ന് പറഞ്ഞ് ഓരോ വീട്ടിൽ പോയിട്ട് അവരുടെ എത്ര കാരൊക്കെ ഉണ്ട് ആ കണക്കനുസരിച്ച് അവർ എടുത്തോണ്ട് കളക്ട് ചെയ്യാൻ വരും. കളക്ട് ചെയ്യാൻ വരുന്നവർക്ക് ഒരു പെർസെൻറ്റേജ് കൊടുക്കും. സക്കാത്ത് ഖുർആൻ ആയത്തിൽ തന്നെ ഉണ്ട്. സക്കാത്ത് കളക്ട് ചെയ്യുന്നവർക്കും അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കൊടുക്കാമെന്നുള്ളത് അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പം അങ്ങനെ വേറൊരു സഹാബി സക്കാത്ത് കളക്ഷന് പോകുന്നുണ്ട്. പോകുമ്പോൾ ഈ അബു റാഫിയും കൂടെ കൂട്ടിന് വിളിക്കും. ആര്? മറ്റേ സഹാബി, നീ താങ്കളും കൂടെ എൻ്റെ കൂടെ വരുമെന്ന് അബു റാഫി. അപ്പൊ അബു റാഫി പറയും, ഞാൻ എനിക്ക് പ്രവാചകൻ്റെ അടുത്ത് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ്റെ അടുത്ത് ചോദിക്കും, ഞാനും സക്കാത്ത് കളക്ട് ചെയ്യാൻ പോകട്ടെ എന്ന്. വേണ്ടാന്ന് പറയും. കാരണം ഇത് പോയി കളക്ട് ചെയ്തിട്ട് ആ സക്കാത്ത് അബു റാഫിക്ക് വന്നു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ആ സക്കാത്ത് പ്രവാചകന് വരും. അതുകൊണ്ട് നീ പോവണ്ട. ഇത് തിരുമതിയിൽ 657, നസയിൽ 2612, അബുദാവൂദിന്റെ 1650. ഇതിൽ കൂടുതൽ പെർഫെക്ഷൻ നിങ്ങൾക്ക് സത്യസന്ധത ഹൈറ്റ് എന്ന് പറയത്തില്ല, അങ്ങ് അറ്റത്തെ സത്യസന്ധത. മുൻകൂട്ടി കണ്ടു ഇത് അഥവാ ഇവ മരിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് വരുമല്ലോ എന്ന് ഓർത്തിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് 4 സംഭവം. ഇങ്ങനെയുള്ള സംഭവങ്ങളിലാണ് ലിയാഖത്തിൽ പറയുന്നത് നിങ്ങൾ എന്താണ് ഗനീമത്ത് ബൈത്തുൽ മാൽ അദ്ദേഹത്തിന്റെ കൺട്രോളിലായിരുന്നുള്ളൂ എന്നൊക്കെ. പിന്നെ ഇത് ഒരുപാട് കാര്യങ്ങൾ പറയാം. ഒരുപാട് പ്രവാചകന്റെ ജീവിതം നോക്കി കഴിഞ്ഞാൽ സാധാ ജീവിതമായിരുന്നു. അദ്ദേഹത്തിന്റെ ആഹാരം 3 ദിവസം അടുപ്പിച്ച് കഴിഞ്ഞിട്ടില്ല, 3 മാസം വീട്ടിൽ പുക എരിഞ്ഞിട്ടില്ല, വെറും വെള്ളവും ഈത്തപ്പഴം മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെയെല്ലാം ഒരുപാട് കാണാം. അപ്പം ബൈത്തുൽ മാലിൽ നിന്ന് ഒന്നും കുമിഞ്ഞു കൂടിയിട്ടുണ്ട്. ബൈത്തുൽ മാൽ നിങ്ങൾ ഇനി വേറൊന്നും വിചാരിക്കരുത്, ബൈത്തുൽ മാലിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാന്ന് വിചാരിക്കരുത്. ആദ്യകാലങ്ങളിൽ ചെന്ന ഉടനെ അവിടെ ഒരു എക്കണോമിക് ക്രൈസിസ് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് നാളിന് ശേഷം ഈ സക്കാത്ത് കൊണ്ടും ഈ ഗനിമത്തും കൊണ്ടും
രണ്ടും കൊണ്ടും എന്താണ് നമ്മുടെ ബൈത്തുൽ മാൽ ട്രഷറി നിറഞ്ഞ് കവിയുമായിരുന്നു. എത്രത്തോളം എന്നാൽ ആദ്യകാലത്ത് ഒരു ഗനീമത്ത് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്, എന്തോ കൊള്ള മുതല് എന്നുള്ള രീതിയിൽ ഇവര് പറയാറ്. ശരിക്കും ഗനീമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു യുദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ ആ യുദ്ധത്തിന് ഇടക്ക് ഈ യുദ്ധത്തിന് വന്ന ആളുകൾ വിട്ടേച്ചു പോകുന്ന സംഭവങ്ങളാണ് ഈ ഗനീമത്ത് എന്ന് പറയുന്നത്. അവര് വിട്ടേച്ചു പോകുന്ന എന്താണോ അത് ഈ യുദ്ധത്തിൽ ജയിച്ച ആളുകൾ എടുക്കുന്നത്. അത് രണ്ടു കൂട്ടരും ഇപ്പം മുസ്ലിം പക്ഷത്തിലുള്ള ആളുകൾ ആണ് ഇപ്പം ഉഹദിൽ സംഭവിച്ചവര്. അങ്ങനെയാണെങ്കിൽ അവരെടുത്ത് കൊണ്ടുപോകും. അതായിരുന്നു അത്. അല്ലാതെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ടീമിനെ പോയിട്ട് ആക്രമിച്ചിട്ട് അവരുടെ എല്ലാ സാധനങ്ങളും എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക അങ്ങനെ ഒരു സംഭവമേ അല്ല. അത് ഇവർക്ക് അറിയില്ല എന്നുള്ളത്. അത് ഇന്നും അത് ഇതാണ്. ഏത് മിലിറ്ററി മാനുവൽ എടുത്ത് നോക്കിയാലും ഒരു ഇന്ത്യ പോയി പാകിസ്ഥാനെ പിടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സാധനങ്ങൾ ഇന്ത്യക്ക് സ്വന്തമാവും. അത് ഇന്നുള്ള റൂൾ തന്നെയാണ്. അപ്പം അന്ന് ഇവർക്ക് ആൾക്കാർക്ക് ശമ്പളം ഇല്ലായിരുന്നു. അതായത് ഈ ഭടന്മാർക്കും അവർക്കൊന്നും ഡയറക്റ്റ് ഇങ്ങനെ ഇന്ന് നമ്മളൊക്കെ ശമ്പള സിസ്റ്റം അല്ല. യുദ്ധം വന്നു കഴിഞ്ഞാൽ അതുവരെ നിങ്ങളെല്ലാം നിങ്ങളുടെ കുതിരകളെല്ലാം ക്ലിയർ ആക്കി വെച്ചോളണം, നിങ്ങൾ ആയുധങ്ങളെല്ലാം കറക്റ്റായിട്ട് വെച്ചോളണം. യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു പങ്ക് കിട്ടും. അതാണ് അവിടെ ശമ്പളം എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും എല്ലാവരും അംഗീകരിച്ച ഒരു പോളിസിയായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ആദ്യകാലങ്ങളിൽ ചെന്ന സമയത്ത് അവിടെ എക്കണോമിക് സിസ്റ്റം വലുതായിട്ട് ഇല്ലായിരുന്നപ്പോൾ ഒരു ജനാസ ഒരു മുസ്ലിം മരിച്ച് ഒരു ഡെഡ് ബോഡി ഡെഡ് ബോഡി ചിലർക്ക് മനസ്സിലാത്തതുകൊണ്ട് ഡെഡ് ബോഡി മയ്യത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മയ്യത്ത് നിസ്കാരം ചെയ്യണമല്ലോ. അപ്പോൾ മയ്യത്ത് നിസ്കാരം നമുക്ക് ഇസ്ലാമിലെ റൂളുള്ളതെന്നുള്ളത് എല്ലാ പാവവും പൊറുക്കും, പക്ഷേ ദൈൻ കടം ഒഴിച്ച് വേറൊരാൾക്ക് കൊടുക്കാനുള്ള കടം ഉണ്ടെങ്കിൽ അത് അവിടെ പറ്റത്തില്ല. അത് ഇവിടെ തന്നെ തീർക്കണം. അത് മനുഷ്യനും തമ്മിലുള്ള എല്ലാ ഇടപാടും നമ്മൾ തമ്മിൽ തന്നെ തീർക്കണം. അതിൽ അള്ളാഹു ഇടപെടത്തിലാണ്. ആദ്യം ആ മനുഷ്യൻ ആ എഫക്റ്റഡ് പാർട്ടി നമ്മളെ എന്ത് ചെയ്യണം, പുറത്തു തരണം. എന്നാലേ അള്ളാഹു പുറത്തു തരത്തുള്ളൂ എന്നുണ്ട്. അപ്പം കടം വെച്ചിട്ട് പോയി അള്ളാഹു എനിക്ക് പുറത്തു തരാന്ന് പറഞ്ഞാൽ അള്ളാഹു തരത്തില്ല. അപ്പം ജനാസ നിസ്കാരം എന്ന് പറഞ്ഞാൽ അവന്റെ പാവങ്ങൾ പൊറുക്കുക എന്നുള്ള പറയുന്ന ഒരു നിസ്കാരമാണല്ലോ. അത് ഒരു ദുആണ്, പ്രാർത്ഥനയാണ്. അപ്പോൾ പ്രവാചകൻ പറയും, നിങ്ങളുടെ സഹോദരന് കടമുണ്ടോ എന്ന് ചോദിക്കും. കടം ഇല്ല എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഇമാമായിട്ട് നിന്ന് നിസ്കരിപ്പിക്കും. കടം ഉണ്ടെന്ന് പറഞ്ഞാൽ പറയും, നിങ്ങളുടെ സഹോദരൻ നിങ്ങളെ തന്നെ നിസ്കരിപ്പിച്ചോട്ടെന്ന് പറയും. അത് എന്തിനാ പറയുന്നത് വെച്ചാൽ വേറെ ആരെങ്കിലും ഏറ്റെടുക്കാനായിട്ട്. കട ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പ്രവാചകൻ തന്നെ നിസ്കരിപ്പിക്കും. അപ്പോൾ പിന്നെ ആൾക്കാർ പറയില്ല ഞങ്ങൾ ഏറ്റെടുത്തോളാം, ആ കടം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവർ ആരെങ്കിലും ഏറ്റെടുത്ത് കഴിയുമ്പോഴത്തേക്ക് പ്രവാചകൻ തന്നെ നിസ്കരിപ്പിക്കും. ഇത് ആദ്യകാലത്തുണ്ടായിരുന്നു. പിന്നീട് ബൈത്തുൽ മാൽ ഞാൻ പറഞ്ഞില്ലേ നല്ല ഫുള്ളായിട്ട് നിൽക്കുന്ന സമയത്ത് അപ്പോഴ് ഇതേപോലെ ജനാസ വരുമ്പോൾ പറയും, ഈ മരിച്ച ആൾ അയാൾ എന്തെങ്കിലും സ്വത്ത് വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അയാൾ അനന്തരാവകാശികൾക്ക് ചേരും. അതല്ല കടം വിട്ടിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് തീർക്കും. ഞാൻ തീർക്കും പറഞ്ഞാൽ ഗവൺമെന്റ് തീർക്കും. അപ്പം ഇത് ബുഹാരിയിൽ 2298 കാണാൻ പറ്റും. അപ്പം ഒരു രാജ്യത്തിന്റെ പ്രജയുടെ കടം ഗവൺമെന്റ് തീർത്ത ഒരേ ഒരു രാഷ്ട്രം പ്രവാചകന്റെ ആണ്. വേറെ അതിന് മുമ്പും പിമ്പും ഇല്ല. ഇന്ന് നമ്മുടെ രാജ്യത്തൊക്കെ രാജ്യം വാങ്ങിച്ച കടം നമ്മുടെ തലയിലാണ്. ഇന്ന് ഓരോ സിറ്റിസന്റെയും തലയിൽ പങ്കുവെച്ചിരിക്കുകയാണ് രാജ്യം പുറത്ത് വാങ്ങിച്ച കടം. സിറ്റിസന്റെ കടം, പ്രജകളുടെ കടം ഞാൻ തീർക്കാന്ന് പറഞ്ഞ ഒരേ ഗവൺമെന്റ് പ്രവാചകന്റെ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് ഗനീമത്ത് ട്രഷറിയിൽ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, ബൈത്തുൽ മാലിൽ പൈസ ഇല്ലാഞ്ഞിട്ടല്ല പ്രവാചകൻ 3 ദിവസം കഴിക്കാതിരുന്നത്. 3 മാസം വെറും വെള്ളവും ഇതും വെച്ച് കഴിച്ചുകൊണ്ടിരുന്നത് ട്രഷറി ഇല്ലാത്തതുകൊണ്ടല്ല. അത് ഞാൻ തൊടത്തില്ല. അത് സക്കാത്തിൽ വന്ന ട്രഷറിൽ എനിക്ക് വന്നത് മാത്രമേ ഉള്ളൂ. അതും കൂടെ പറയാനല്ലോ പ്രവാചകൻ എന്താണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ നമ്മളിത് ഒരു ലൈവിൽ ചെയ്ത പ്രോഗ്രാമായിരുന്നു. അതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ സൗണ്ടിൻ്റെ പ്രശ്നവും, അതുപോലെ ഇടയ്ക്ക് കട്ടാവുന്നു, റേഞ്ചിൻ്റെ പ്രോബ്ലം കൊണ്ട് നമ്മൾ മാറ്റി എഡിറ്റ് ചെയ്തതാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഈ വീഡിയോയിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തതിലേക്ക് ശരിയാക്കാം. എല്ലാവരും ദുആ ചെയ്യുക. എന്തായാലും ആരാണ് ഇപ്പം യഥാർത്ഥത്തിൽ നയിച്ചു നിന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവരെ പോലെയല്ല, പ്രവാചകൻ എന്താണെന്നും എല്ലാം നമുക്കറിയാം. അപ്പം എന്തായാലും ഇതാണ് ഈ വിഷയങ്ങളിൽ നമുക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.